മോനെ വന്നാ ചന്ദ്ര കണ്ണിൽ എന്നൊഴിച്ച് കാത്തിരിക്കുന്ന അളിയാ. ഇന്ത്യൻ സിനിമയിൽ ചരിത്രം കുറിച്ച എമ്പുരാൻ ബുക്ക് മൈ ഷോയിലൂടെ ആദ്യ മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ബുക്ക് ചെയ്ത ചിത്രമായി മാറി എമ്പുരാൻ. താനിപ്പോ തന്നെ വിട്ടോളൂ. തൃശ്ശൂരോ ഷൊർണൂരോ എവിടെ വേണേലും പോയി 2 ടിക്കറ്റ് ശരിയാക്കാം. ആ കാര്യം ഞാൻ എത്തി. 93,500 ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ വഴി മാത്രം ബുക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അല്ലു അർജുൻ ചിത്രം പുഷ്പ 2, ഷാരൂഖ് ഖാൻ ചിത്രം ജവാൻ എന്നിവയെ പിന്തള്ളിയാണ് എമ്പുരാൻ പുതിയ റെക്കോർഡ് സൃഷ്ടിക്കുന്നത്. ഞാൻ തുടങ്ങിയ പിന്നെ അത് തടുക്കാൻ ഈ ഭൂമി മലയാളത്തിൽ ഒരുത്തനുമില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് എമ്പുരാൻ. അതേതാടാ ആ അവതാരം? അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ക്രിസ്ത്യാനികൾക്കിടയിൽ അവനൊരു പേരേ ഉള്ളൂ, ലൂസിഫർ. ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഫ്ലൈറ്റ് ക്രാഷ് ആകുന്നു. ഫാദർ പോൾ, ഓൾ ദ ബെസ്റ്റ്. ഏതോ ഒരു അജ്ഞാത ശക്തി, പിന്നൊന്നും ഓർമ്മയില്ലടോ. പലർക്കും സൈറ്റിലേക്ക് കയറാൻ പോലും സാധിക്കുന്നില്ല, ബുക്ക് ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് തുടക്കം തന്നെ എത്തുകയാണ്. എന്റെ അമ്മോ, ഒടുക്കത്തെ ക്യൂ. പ്രധാനപ്പെട്ട തിയേറ്ററുകളിൽ ഉൾപ്പെടെ ആദ്യത്തെ 5 മുതൽ 10 മിനിറ്റിൽ തന്നെ ടിക്കറ്റുകളെല്ലാം തന്നെ ആദ്യ ദിനത്തിലെ എല്ലാ ഷോയുടെയും ടിക്കറ്റ് ബുക്ക് ചെയ്യപ്പെടുന്ന സാഹചര്യം. പങ്കാളി ഒരു രക്ഷയില്ല, ഒടുക്കത്തെ ക്യൂ ആണ്. ടിക്കറ്റ് കിട്ടുമെന്ന് തോന്നുന്നു. ഖത്തം, ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ. അതിലൂടെ സൃഷ്ടിച്ചത് റെക്കോർഡാണ്. 93,500 ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ വഴി മാത്രം ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അതിലൂടെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു റെക്കോർഡാണ് എമ്പുരാൻ കുറിച്ചിരിക്കുന്നത്. ഒരു രസം. പ്രധാനമായും പുഷ്പ 2ന്റെ കയ്യിലായിരുന്നു ഈ റെക്കോർഡ്. അതാണ് പ്രധാനമായും പൊളിച്ചിരിക്കുന്നത് എമ്പുരാൻ. പിന്നാലെ കൽക്കി, പ്രഭാസ് ചിത്രമായ കൽക്കി 2898 AD, പിന്നാലെ വിജയ് ചിത്രമായ ലിയോ, ഷാരൂഖ് ഖാൻ ചിത്രമായ ജവാൻ തുടങ്ങിയ സിനിമകളുടെ ഒക്കെ റെക്കോർഡുകൾ തകർത്തുകൊണ്ടാണ് ഒരു മലയാള ചിത്രം ഇന്ത്യൻ സിനിമയുടെ മുന്നിൽ എത്തുന്നത് എന്നുള്ളതാണ്. ചുമ്മാതാണ്. நம்ம யாருன்றது முக்கியம் இல்ல, நம்மளால என்ன முடியும்ன்றது தான் முக்கியம். நமக்கு செட் ஆகுதுல இந்த டயலாக்? எஸ் சார், நான் வச்சுக்கிறேன். നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല, എനിക്കൊരു വിഷമമില്ല. എത്രമാത്രമാണ് പ്രേക്ഷകർ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് ആദ്യ മണിക്കൂറിലെ ബുക്കിംഗ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ കാത്തിരിപ്പിന്റെ ഒരു പെയിനില്ലേ, അതൊരു സുഖ. ഇതുവരെ നിങ്ങൾ കണ്ടത് കഥപ്പടം. പിക്ചർ അഭി ഭി ബാക്കി ഹെ ബായ്.